Abu, si kulo Jisuni Chingmadho, oge si je Jisuni Chingho pila, mulge sangnam ubayim ripa. Ngol Jisuni Chingmadadako, Ning the Chobo kam, Yoshibo kam, Yolusitin, Bamitai Dukuna, Opo Istilal, Oyo Pusine, Ning Ampura, Meminbo, Minsukuna, Alma Pura Lichilialipa. Osi jangul ke so Jisu ni cengho koke so ke Jisu ke tuku puye Bible oge preaching pura rabalikon ngol ning opo isem kam to kuma oge ning ate Jisu ke loge Bible oge tu Jisu tuku puye tat ko sija ning ate sija mujulai ko ogo yalong secindok ma ni ben shari sha ale ma bu jobu dokma ale jadot pa ebe pa അദ്ദേഹം പറയായിരുന്നു ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഇടയിൽ ഭയങ്കരമായ പ്രതികാരങ്ങളുണ്ടായിരുന്നു. മനുഷ്യരെ പരസ്പരം കൊല്ലുകയും അതുപോലെ തന്നെ മോഷണവും പിന്നെ കുടുംബത്തിലെ കലഹങ്ങളും ഒത്തിരി മദ്യപാനവും കഞ്ചാവ് കൃഷിയും അങ്ങനെയുള്ള ഒത്തിരി അധാർമികമായ കാര്യങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞതോടുകൂടി ഞങ്ങളുടെ ഇടയിൽ സ്നേഹമുണ്ടായി, ഞങ്ങളുടെ ജീവിതത്തിലൊക്കെ മാറ്റം ഉണ്ടായി. അത് വളരെ പ്രകടമായിട്ട് തന്നെ ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു പൊതുവെ നോർത്ത് ഈസ്റ്റിലെ ഗോത്രങ്ങളുടെ എല്ലാ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പ്രതികാരമാണ്. ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞാൽ മരിച്ച ആളുടെ ബന്ധുക്കള് കൊന്നയാളെ കൊന്ന് രണ്ടുപേരെ ഒന്നിച്ചടക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇനി അങ്ങനെ കൊല്ലാൻ കിട്ടിയില്ലെങ്കിൽ കൊല്ലാൻ കിട്ടുന്നവരെ ഒരുപക്ഷെ ബോഡി അവിടെ കാത്തുവെക്കും. അതല്ലെങ്കിൽ ഈ മരിച്ചയാളുടെ കൊന്നയാളുടെ വീട്ടിൽ മരിച്ചയാളെ കൊണ്ടുപോയിട്ട് അടക്കും. അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നും അങ്ങനെയുള്ള ചില വാർത്തകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കാമെങ്കിലും നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഇടവകയിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അവസാനം പ്രതികാരം ചെയ്താൽ അച്ഛന്മാർ ഇവിടുന്ന് പോകുമെന്ന് വരെ പറയേണ്ടി വന്നു. അങ്ങനെ അവരെ പ്രതികാരത്തിൽ നിന്നും ക്ഷമയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ അതവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം അവർ ആ പ്രതികാരത്തിൽ നിന്ന് മാറി. പിന്നീട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും സ്നേഹത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ സാധിച്ചു. ഇത് ഇവിടെ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഒത്തിരി ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പെർസിക്യൂഷൻ അനുഭവിച്ച ഒരു വ്യക്തിയും കൂടെയാണ് അബുരഞ്ജോ. നോകെ കുസ്തോ ഹിന്ദർ ജീസുകെ തുകുംപി തംസർദ് ബെനോ ഇത് കുസ്തോ റിപ്പ ഹിന്ദർ ജിപ്പാര അന്യോ കുഗ്യോ പാരാലെ ngolge so baptiso ngokam no bosol am yo fati ngol so Catholic gerjari de ko ngol ninge gan partner kalau hoge tosuk kaya pakalana ngam jebekal pabekal so oyo pusela yum kala mebe kam matawong ai go dopa hoge ngam toka melenga adin melenga oga poro melenga satper ejmelenga pura pain papa ninga asa ninga ngam no so oga gerja ba alel so preaching makarla ningam tamsal serkerdan boleh ya kalau bisa atuk wani no ya algo kunyekal melenga ba palal o tinsi lai kol atte gerja di umpako ഇവര് പിന്നെ പുള്ളിക്കാരൻ പല സ്ഥലങ്ങളിലും പോയ ഈ ഗോസ്പൽ ടൂറിംഗ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് പലരും അത് അനുവദിക്കാതെ അവരുടെ വില്ലേജുകളിൽ ഇദ്ദേഹത്തിന് ഫൈൻ അടിച്ചു. ഇവരുടെ ഒരു സിസ്റ്റമാണ് ഫൈൻ അടിക്കുക എന്ന് പറയുന്നത്. അത് പണമായിട്ടും അദ്ദേഹത്തിന് തുണിയായിട്ടും അദ്ദേഹത്തിന്റെ വാളും അങ്ങനെ എല്ലാം പുള്ളിക്കുള്ളതെല്ലാം ഇവർ ഓരോ സ്ഥലത്ത് പിന്നെ വചനപ്രഘോഷത്തിന് പോകുമ്പോൾ അവർ ഫൈനായിട്ട് മേടിക്കുമായിരുന്നു. അപ്പോൾ എന്നിട്ടും പുള്ളി നിർത്തിയില്ല, പുള്ളി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പുള്ളി പലയിടത്തും പോയി പ്രാർത്ഥിക്കും, പലർക്കും സൗഖ്യം കിട്ടും. എന്നാലും വിശ്വാസമില്ലാത്ത ചില അവിടുത്തെ നേതാക്കന്മാർ ഇദ്ദേഹത്തിന് ഫൈൻ അടിക്കും. പക്ഷെ അദ്ദേഹം അവസാനം പുള്ളി പറയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് അസുഖം വരുമ്പം അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറയും ഞങ്ങൾ ചെയ്ത തെറ്റായിപ്പോയി, ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു പറയും. അവരെല്ലാവരും തന്നെ പിന്നീട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിട്ട് തീർന്നു എന്നുള്ളത് വളരെ ആനന്ദകരമാണെന്ന് പുള്ളി പറയായിരുന്നു. ഇത് തന്നെയാണ് ഈ ഒരു മിഷനിലെ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥ. അൽമായരാൽ രൂപപ്പെട്ട ഒരു സഭാ സമൂഹം. ഇവിടെ വൈദികർക്ക് കടന്നു വരാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ഇതുപോലെ തീഷ്ണതയുള്ള ആൾമാരെ ദൈവം ഉയർത്തിയതാണ്. അതിനകത്ത് ഒരു സംശയമില്ല. ഇന്നും ഈ മനുഷ്യൻ ധീരതയോടുകൂടി സഭയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു. ഇന്ന് ഇദ്ദേഹം ദോളു ഈ വില്ലേജിലെ കാറ്റഗിസ്റ്റാണ്. ഇദ്ദേഹത്തിന്റെ മക്കളാണെങ്കിലും എല്ലാവരും ദൈവത്തിന്റെ വഴിയിലും വളരെ മനോഹരമായിട്ട് ഇവര് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഇവരെ ഒക്കെ അഭിനന്ദിക്കേണ്ട. ഒപ്പം
ദൈവം ഇവരോട് എന്തുമാത്രം കരുണ കാണിക്കുന്നു, ദൈവം ഇവരെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിനേക്കാളൊക്കെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ദൈവം ഇവരെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇവർക്ക് അനുയോജ്യരായവരെ അയച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഇവരെ പോലെ അനേകർ ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇവർ അനേകം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. വിശ്വാസത്തിന് നമുക്കും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആദ്യകാലത്ത് ഇവിടെ കടന്നു വന്ന എല്ലാ വൈദികരും കൊണ്ടുവന്ന ഇദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ ഇനി അദ്ദേഹത്തോട് ചോദിക്കുന്നില്ലെങ്കിൽ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്ന വില്ലേജിലേക്ക് ഒരച്ഛൻ 25 വർഷം മുമ്പ് വന്ന ഒരച്ഛൻ നടന്ന് കാലിന് നീര് വെച്ചു. ഒടുവില് ഇവർക്ക് ഏത് വിധേനയും ഇവർക്ക് ആ അച്ഛനെ കൊണ്ട് അടുത്ത വില്ലേജിൽ കുർബാന ചെല്ലിച്ചു. കാരണം ആൾക്കാർ അവിടെ കാത്തു നിൽക്കുക. ഒടുവില് ഇവര് 2 പേര് ചേർന്ന് അച്ചി തനയും ഈ അബു രഞ്ജോയും ചേർന്ന് തോളയിൽ ചുമന്നുകൊണ്ട് അച്ഛനെ പുറത്ത് വെച്ച് കെട്ടിയിട്ട് അവര് ചുമന്ന് വില്ലേജിലെത്തിച്ച് അവിടെ കുർബാന ചൊല്ലിയ കഥ ഒരിക്കലും അദ്ദേഹം പറയണ്ടായി. അത്രമാത്രം തീഷ്ണതയോടുകൂടി ക്രിസ്തുവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ദാഹിക്കുന്ന ജനത്തിന് ദാഹജലം കൊടുക്കാനായിട്ട്, അവർക്ക് കൂടുതലായിട്ട് ക്രിസ്തുവിനെ കൊടുക്കാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ജയിച്ചു. ജീവിതയാത്രയിൽ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അബു രഞ്ജോയ്ക്കും ഇവിടുത്തെ ജനങ്ങൾക്കും നല്ലൊരു ഭൂതകാലമല്ലായിരുന്നു നമ്മുടെ ഈ ലോകം സമ്മാനിച്ചത്. ഇവരുടെ ജീവിതത്തിലുടനീളം അടിച്ചമർത്തലിന്റെയും ചൂഷണത്തിന്റെയും കാലങ്ങളായിരുന്നു. എല്ലാം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. തന്റെ പൂർവികർ അനുഭവിച്ച യാതനകൾ ഒരിക്കലും തന്റെ പിൻഗാമികൾക്ക് വരരുതെന്ന് ഇദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഈ ഗോത്രവർഗക്കാരെ അപേക്ഷിച്ച് അതൊരു ഇരുണ്ട കാലഘട്ടമായിരുന്നു എന്നാണ് അബു രഞ്ജോ പറയുന്നത്. അന്നത്തെ ഭീകരമായ അന്തരീക്ഷത്തിന്റെ പ്രകമ്പനം ഇന്നും ഈ ഉടവാളിൽ സ്പന്ദിക്കാറുണ്ട്. എന്തിനും പ്രതികാരം, അതായിരുന്നു അന്നത്തെ ഈ ഗോത്ര ജനതയുടെ സിദ്ധാന്തം. ഇന്ന് ഈ ആയുധം പശ്ചാത്താപത്തോടെ ഉറയിലിടാൻ ഇവർക്ക് നൽകുന്ന ശക്തിയെ നേരാംവണ്ണം ഇവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തിൽ നിന്നാണ് ആ ശക്തി സ്രോതസ് എന്ന സത്യം. ദൈവത്തിന് മഹത്വം.